What's happening people, this is Kochi Machan and welcome back to another vlog. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ട ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചിയിലാണ്. ഈ വണ്ടിയുടെ ഓൾറെഡി ഞാൻ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഇന്ന് നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഇതിന് ഇപ്പോൾ ഹോണ്ട ഇ ക്ലച്ച് ടെക്നോളജിയോടെയാണ് വന്നേക്കണേ. അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലച്ച് ഇല്ലാണ്ട് ഗിയർ ഷിഫ്റ്റ് മാനുവലി നമുക്ക് ഗിയർ ഷിഫ്റ്റ് നമ്മുടെ ഗിയർ ലീവർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം, അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. പിന്നെ ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഓടിക്കുക, അതായത് ക്ലച്ചിൻ്റെ കാര്യം നമ്മൾ മറക്കണം. അതിനുള്ളൊരു ടെക്നോളജിയാണ് ഈ ഒരു ഇ ക്ലച്ച് ടെക്നോളജി കൊണ്ടുവന്നേക്കണേ. അപ്പോൾ അതാണ് ഈ ഒരു CBR 650R വന്നേക്കണേ. എഞ്ചിൻ സൈഡോ ലുക്ക് വൈസോ ഒരു മാറ്റവും ഇല്ല. നമ്മുടെ മീറ്ററൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ആക്കാം, അതേപോലെ ഇ ക്ലച്ച് ഓൺ ഓഫ് ആക്കാം. പിന്നെ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ നമുക്ക് ഈ സോഫ്റ്റ് മീഡിയം ഹാർഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. അതാണ് ഈ ഒരു പുതിയൊരു മോഡലിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ഏകദേശം 50,000 രൂപ വ്യത്യാസമുണ്ട്, 50,000 റുപ്പീസാണ്. ഈ സെയിം മോഡൽ വിത്തൗട്ട് ഇ ക്ലച്ച് വന്നത് വിത്ത് ഇ ക്ലച്ച് വരുമ്പോഴത്തേക്കും ഒരു 50,000 രൂപ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഇ ക്ലച്ച് എക്സ്ട്രാ ഇതിൽ വന്നപ്പോൾ. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു വ്യത്യാസം വന്നേക്കണേ. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, നോർമലായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ന്യൂട്രലായിട്ടേക്കണത് നമ്മൾ ജസ്റ്റ് വണ്ടി ഓൺ ചെയ്യുക, ഓണാക്കി. ഇനി നമുക്ക് ഞാൻ ഇതേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ പോണേണ്. ക്ലച്ച് പിടിച്ചിട്ടില്ല, ക്ലച്ച് പിടിക്കാണ്ട് ഇതേ ഫസ്റ്റ് ഇടാൻ പോണേ കേട്ടോ. ഈസി ആയിട്ട് വീണ്, ഈസി ആയിട്ട് ക്ലച്ച് വിടും. പിന്നെ ജസ്റ്റ് നമ്മൾ ത്രോട്ടിൽ കുറച്ച് കൊടുത്താൽ വണ്ടി മൂവ് ആവും കണ്ടോ. പിന്നെ നമ്മൾ തിരിച്ച് ബാക്കിലോട്ടൊക്കെ തള്ളണം. ഇപ്പോൾ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ്, നമുക്ക് ഈസി ആയിട്ട് ബാക്കിലോട്ട് തള്ളാം. അപ്പോൾ ക്ലച്ച് എൻഗേജിങ്ങും ഡിസെൻഗേജിങ്ങും എല്ലാം ഈ ഒരു വണ്ടി ഈ ഒരു ഇ ക്ലച്ച് ടെക്നോളജി തന്നെ ചെയ്യും. അത് കൂടാണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ഹോണ്ട ഇ ക്ലച്ചിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ന്യൂട്രലിലാണ് നമുക്ക് സെറ്റിങ്സ് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഹോണ്ട ഇ ക്ലച്ച് കിടക്കണ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൂടാണ്ട് ഇവിടെ ഹാർഡ് അപ്പ് ആൻഡ് ഡൗൺ, ഹാർഡ് മീഡിയം സോഫ്റ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഹോണ്ട ഇമ്മൊബിലൈസർ ടെക്നോളജി, പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ ഓഫ് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് ഇപ്പോൾ ഈ ക്ലച്ച് ഓൺ ആണെങ്കിൽ ഇതുണ്ടോ ഗിയർ ഈ ക്ലച്ച് ലീവറിൻ്റെ പ്ലേ ഉണ്ടോ, നല്ല പ്ലേ ഉണ്ടാവും. അത് നേരെ തിരിച്ച് നമ്മൾ ഈ ക്ലച്ച് ഓഫ് ചെയ്യുവാണെങ്കിൽ ഇതുണ്ടോ ഹാർഡായി, ആ പ്ലേ അങ്ങ് പോയി. പിന്നെ ഇവിടെ ആ ഒരു സിമ്പിൾ വരും ഈ ക്ലച്ച് ഓണോ ഓഫ് ആക്കുമ്പോൾ കണ്ടോ. അതാണ് ഇ ക്ലച്ച് ടെക്നോളജി ഹോണ്ട കൊണ്ടുവരുന്നത്. ഭയങ്കര അടിപൊളിയാണ്. 50,000 രൂപ വ്യത്യാസമുള്ളൂ. ഇത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് വണ്ടിയിൽ വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട് വെക്കാൻ പറ്റും. കാര്യം ജസ്റ്റ് ഈ ഒരു യൂണിറ്റ് മാത്രമാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുക. വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ടിൻ്റെ അത് വെച്ചായിട്ട് എനിക്ക് കാണുള്ള. ചിലപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് അതേപോലെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഹോപ്പ്ഫുള്ളി ഇത് ഇപ്പോൾ ഈ സെയിം മോഡൽ CBRസിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ മോഡൽ CBRൽ ഈ ഒരു ഇ ക്ലച്ച് ടെക്നോളജി വെക്കാൻ പറ്റിയാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും. ഒരു സൂപ്പർ ബൈക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, ബൈക്കൊക്കെ ഓടിച്ച് തുടങ്ങിയിട്ടുള്ളെങ്കിലും ചെറിയ വണ്ടി ഒരു 100cc വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഈസി ആയിട്ട് ഓഫായി പോകില്ല, വണ്ടി എപ്പോഴും സ്റ്റോളായി പോകില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ഈ ക്ലച്ച് വിടുമ്പോൾ വണ്ടി ചാടി ഓഫായി പോകണം ആ ഒരു വിഷയമേ ഇനി നമുക്ക് ഈ ഒരു ഇ ക്ലച്ച് എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ അത് ഹോണ്ട മൊത്തത്തിൽ ഒഴിവാക്കിയേക്കണം. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. അത് കൂടാണ്ട് ഇവിടെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ ഹോർനെറ്റ് 750 കേട്ടോ. നമ്മൾ ട്രാൻസാൽപ്പിൻ്റെ ഓൾമോസ്റ്റ് സെയിം എഞ്ചിൻ വെച്ചിട്ടാണ്. ട്യൂണിങ് വ്യത്യാസമുള്ളൂ. പവറൊക്കെ 90 75 Nm ഓഫ് ടോർക്കും 90.5 HP ആണ് പവറൊക്കെ പ്രൊഡ്യൂസ് ആണ്. ഫ്രണ്ട് 296mm 2 ഡുവൽ ഡിസ്ക് ബ്രേക്സ് നമുക്ക് കാണാം, നിസിൻ്റെ ഡിസ്ക് ബ്രേക്സ്. ഷോവയുടെ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്, ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. നല്ല സൗണ്ട് ആണ്, നല്ല അടിപൊളി സൗണ്ടാണ്. റിയറിൽ ലിങ്ക് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷനാണ് കണ്ടോ, ആ ലിങ്ക് കണ്ടോ. അപ്പോൾ പ്രോ ലിങ്ക് സസ്പെൻഷൻ എന്നാണ് ഹോണ്ട ഇതിന് പേരിട്ടേക്കണത്. അപ്പോൾ അതൊരു 750cc വണ്ടിയാണ്. ആൻഡ് അതുകൊണ്ടാണ് നമുക്ക് ടയേഴ്സ് ഇപ്പോൾ ഇതിന് സ്റ്റോക്ക് തന്നെ വന്നേക്കുന്നത്. നിളപ്പിൻ്റെ ടയേഴ്സാണ്. അതുകൊണ്ട് 6 സ്പീഡ് ഗിയർ ബോക്സ്. ഈ ഒരു വണ്ടിക്ക് ഇന്ത്യൻ വേർഷന് അവർ ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിട്ടില്ല. അതൊരു ഓപ്ഷനിലായിട്ട് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഇതിൽ എക്സ്ട്രാ വെക്കാൻ പറ്റും. ആൻഡ് ഇതിൽ ഷോയുടെ സസ്പെൻഷൻ. പിന്നെ മീറ്ററിലേക്ക് നോക്കാൻ പോയാൽ ആ ഒരു 5-inch TFT ഡിസ്പ്ലേ, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് HISS അതായത് ഹോണ്ട ഇമ്മൊബിലൈസ്ഡ് ടെക്നോളജി. ആൻഡ് നമുക്ക് മോഡ്സ് മാറ്റാൻ പറ്റും. മോഡ്സ് മാറ്റാൻ ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് ഉണ്ട്. സ്വിച്ചൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ നമ്മൾ CBRൽ കണ്ടുവന്നേക്കണേ ആ സെയിം കൈൻഡ് ഓഫ് സ്വിച്ചാണ് ഇതിലും അവർ വെച്ചിരിക്കുന്നത്. മോഡ്സ് മാറ്റാൻ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡ് ഉണ്ട്, സ്പോർട്ട് മോഡ് ഉണ്ട്, റെയിൻ മോഡ് ഉണ്ട്, പിന്നെ യൂസർ മോഡ് ഉണ്ട് കേട്ടോ. 2 യൂസർ മോഡിലുണ്ട്. യൂസർ മോഡിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ചുള്ള സെറ്റിങ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. എൻജിൻ ബ്രേക്കിംഗ്, ട്രാക്ഷൻ, പവർ, ഇതെല്ലാം നമുക്ക് യൂസർ മോഡിൽ പോയാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിങ്സിലേക്ക് പോയാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടോ റൈഡിങ് മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം.
റൈഡിങ് മോഡ്സിൽ ഏതൊക്കെ മോഡിൽ യൂസർ മോഡിലുള്ള സെറ്റിങ്സ് നമുക്ക് പവർ, എൻജിൻ ബ്രേക്കിംഗ്, ട്രാക്ഷൻ കണ്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും യൂസർ മോഡ്സിലേക്ക് പോയാൽ. പിന്നെ സെൽഫ് ക്യാൻസലിംഗ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഷിഫ്റ്റ് പോയിൻറ്റ്, നമുക്ക് HISS അതുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇത് വെക്കുവാണെങ്കിൽ നമുക്ക് എക്യുപ്മെൻറ്റ്സിൽ നമുക്ക് ഹീറ്റഡ് ഗ്രിപ്സും ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഓപ്ഷനും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അക്രമ വണ്ടിയാണ്, ഭയങ്കര രസമായിരിക്കും ഇത് ഓടിക്കാൻ. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിൻ്റെയൊക്കെ ഉടനെ ഇവിടെ വരും. അത് വരുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കാം. റിയറിൽ എനിക്ക് തോന്നുന്നു 240-270 mm ഒരു ഡിസ്ക് ബ്രേക്സ്, പെറ്റൽ ടൈപ്പ് ഓഫ് ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. നമ്മൾ CBR നോക്കുമ്പോൾ ഒരു നോർമൽ ഒരു ജസ്റ്റ് ഒരു ഡിസ്ക് ബ്രേക്കാണ്, പെറ്റൽ ടൈപ്പ് ഒന്നുമല്ല. ഈ ക്ലച്ച് അവിടെ ഇരിക്കുന്ന CB650R ഉണ്ട് കേട്ടോ. CBR മാത്രമല്ല CB650R ആ ഒരു ക്ലച്ച് ടെക്നോളജി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വന്ന മോഡലെല്ലാം ആ ഒരു ക്ലച്ച് അവിടെ ആയിരിക്കും 650s വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോർനെറ്റ് 750. ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് അവർ കൊടുത്തേക്കുന്ന. ഒരു പക്ക സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കിലാണ് ഈ ഒരു വണ്ടി ഇറക്കിയേക്കണേ. ഒരു എന്താ പറയുക 790 ഒരു കോമ്പറ്റീഷനാണ്, 790, 890 ഒരു കോമ്പറ്റീഷനായിട്ടാണ് ഈ ഒരു വണ്ടി ഹോണ്ട കാണുന്നത്. അല്ലെങ്കിൽ അതാണ് മാർക്കറ്റിൽ അവരങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഡുവൽ സീറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. 6 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റൊക്കെ ഉണ്ട്. കയറിയിരിക്കാൻ വണ്ടിയുടെ വെയിറ്റ് തന്നെ 192 kg ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് കേട്ടോ. കണ്ടോ 192 kg ആണ്. എൻ്റെ സീറ്റ് ഹൈറ്റ് 790 mm, എൻ്റെ ഹൈറ്റ് 5'6" ആണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് ഈസി ആയിട്ട് കാലുകുത്തി നടക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. 15.2 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ഓൾറെഡി ഹീറ്റായിരിക്കുന്നതാണ്. ഞാൻ കുറച്ച് നേരം മുമ്പ് സ്റ്റാർട്ട് ചെയ്തേ. ആ ഒരു ട്രാൻസാൽപ്പിൻ്റെ എക്സോസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രണ്ട്, കുറച്ചും കൂടെ ഒരു ബേസ് ഫീല്, നല്ല കുറച്ചും കൂടെ ലൗഡായിട്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ എക്സോസ്റ്റ്. അപ്പോൾ അത്രയും മാപ്പിങ്ങിലൊക്കെയാണ് മെയിനായിട്ട് വ്യത്യാസം വന്നേക്കുന്നത്. ഓടിക്കേണ്ട ആ ഒരു അഗ്രസീവ് മാപ്പായിരിക്കും ട്രാൻസാൽപ്പിനെക്കാട്ടും. കുറച്ചും കൂടെ എന്താ പറയുക, ത്രോട്ടിലൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. പിന്നെ ബ്രേക്സും നല്ല അടിപൊളിയായിരിക്കും. ഇതിന് റേഡിയൽ നിസിൻ്റെ ബ്രേക്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ബ്രേക്കിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഓവറോൾ വണ്ടി കാണാൻ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ വേറെയും വൈറ്റ് കളേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ക്വിക്ക് ഷിഫ്റ്റർ എപ്പോഴും ഓപ്ഷനിലാക്കി വെക്കണം, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഷിഫ്റ്റർ ഇതിന് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. ഓൾമോസ്റ്റ് എനിക്ക് 20,000 rupees തന്നെ ഇതിൻ്റെ ഒരു ക്വിക്ക് ഷിഫ്റ്ററിന് വരും. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ 10,85,000 rupees ആണ് ഓൺ റോഡ് പ്രൈസ് തന്നെ ഈ ഹോർനെറ്റ് 750യുടെ. ആ ഒരു പ്രൈസിന് ഇത് ഒരു മുതലാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ട ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചിയിലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വണ്ടി കാണാം. വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ടില്ല, ടെസ്റ്റ് ഡ്രൈവ് ഉടനെ ടെസ്റ്റ് ഡ്രൈവുകൾ തുടങ്ങും. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവുകൾ വരുമ്പോൾ നിങ്ങൾക്കൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നമ്മുടെ ബിഗ് വിങ് ടോപ്പ് ലൈനിലേക്ക് വന്നാൽ മതി. ഇവിടെ പുതിയ CBR വന്നിട്ടുണ്ട്. ഹോർനെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചു.